ഇത്രയും അടുപ്പമുണ്ടായിരുന്നിട്ടും കല്യാണത്തിന് മുമ്പ് നീ ഇതേക്കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ലല്ലോ അമ്പിളിയെന്ന് നാളെ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചാ പറയാനൊരു ഉത്തരം എനിക്കൊട്ട് ഇല്ലതാനും. നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ച് പറയണ്ട അമ്പിളി. നിനക്ക് നിന്റെ മോന്റെ കാര്യം പോലെയല്ലേ ഞങ്ങക്ക് ഞങ്ങളുടെ ചെറുക്കന്റെ കാര്യം. എന്റെ സ്വന്തം ഏട്ടന്റെ മോനാ സഞ്ജു. അപ്പോ അവന്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യം ഞങ്ങളും കൂടെ അറിഞ്ഞിരിക്കണ്ടേ, അല്ലേ തമ്പി ചേട്ടാ? പിന്നല്ലേ. കാര്യം ചെറുക്കന്റെ ഇഷ്ടത്തിനൊത്ത് അവര് പച്ചക്കൊടി വീശിയെങ്കിലും ഞങ്ങൾ അളിയനോടൊരു വാക്ക് തറപ്പിച്ച് പറഞ്ഞാൽ അത് അളിയനെ തള്ളിക്കളയാൻ പറ്റില്ല. അതാ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം. അതുകൊണ്ട് അമ്പിളി ധൈര്യമായിട്ട് പറഞ്ഞോന്നേ. എന്റെ മാലിനി, നിന്റെ ചേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ മോന്റെ ആഗ്രഹമല്ലേ, എന്നാ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാലോ എന്ന് വിചാരിച്ച ഞാനായിട്ട് തന്നെ താല്പര്യം അറിയിച്ച് നേരിട്ട് ചെന്നത്. അവിടെ ചെന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോ എന്താ പറയാ, ചെന്നതേ അബദ്ധമായിപ്പോയി. എന്തു പറ്റി? ഒന്നും പറയണ്ട മാലിനി, പുറമേ കാണുന്ന കെട്ടുകാഴ്ചയൊക്കെ ഉള്ളൂ. ആ തന്തപ്പടി കട പൊളിഞ്ഞ് കുത്തുവാള എടുത്ത് നിക്കുവാ. അത് പോട്ടെന്ന് വെക്കാം. ആ പെമ്പർനോത്തിയുടെ നെകളിപ്പോ അഹങ്കാരവും ഒക്കെ ഒന്ന് കാണണം. വായിന്ന് വീടുന്നൊക്കെ കേട്ടാലേ നമ്മള് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് നാണിച്ച് മൂക്കത്ത് വിരല് വെച്ചു പോവും. ആ പെങ്കൊച്ചുങ്ങളുടെ മട്ടുമാതിരിയൊക്കെ ഒന്ന് കാണണം. ഇത്തിരി തൊലിമഞ്ഞളിപ്പുണ്ടെന്നും പറഞ്ഞ് പെൺകുട്ടികൾക്ക് ഇത്തിരി അഹങ്കാരം പാടുണ്ടോ? മാനത്തൂന്ന് പൊട്ടി വീണതാണെന്നും പറഞ്ഞ രണ്ടിന്റെ നടപ്പ്. വാ തുറന്നാ തെറിയും തർക്കുത്തരവും. ആ പെങ്കൊച്ചുങ്ങളെ കുറിച്ച് പല കഥകളും നാട്ടുകാർക്കിടയിൽ പാട്ടാണെന്നേ. കല്യാണം നിശ്ചയമായിട്ടൊന്നും നടത്തിയിട്ടില്ലല്ലോ, വാക്ക് പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ. എല്ലാം ആലോചിച്ചും കണ്ടു ഒരു തീരുമാനം എടുത്താ മതിയെന്ന് നീ ഏട്ടനോട് പറ. ആ പിന്നെ ആ മൂത്ത പെണ്ണിനെ കുറിച്ച് ഞാനൊരു കാര്യം അറിഞ്ഞു. അത് പിന്നെ ഞാനായിട്ട് നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇത്രയും പറയാങ്കി നിനക്ക് അതുകൂടെ പറഞ്ഞാലെന്താ? പറ, എന്താ സംഭവം? നിന്റെ ഏട്ടന്റെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണ് വലിയ ഉദ്യോഗക്കാരിന്നല്ലേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നേ? എന്നാ കേട്ടോ, ആ ഉദ്യോഗത്തിന്ന് അവളെ പിരിച്ചുവിട്ടു. കാരണം എന്താന്നറിയോ? കാശ് വെട്ടിക്കാൻ നോക്കിയത് കമ്പനി കൈയോടെ പിടിച്ചു. അപ്പൊ തന്നെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. സത്യമാണ് അമ്പിളി? എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ മാലിനി? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിന്റെ ഏട്ടന്റെ മോന് പറ്റിയ ബന്ധമല്ലിത്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് കയറാന്ന് കരുതിയതാ. വരുന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ഇനിയിപ്പോ അതങ്ങ് ഒഴിവാക്കിയേക്കാം, അല്ലേ മാലിനി? അത് വേണ്ട. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അവിടെ കയറി കാര്യങ്ങളൊന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് പോവാം. എന്താ അമ്പിളി? മതി, അത് മതി. കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുമ്പോ നിങ്ങൾക്ക് വിശ്വാസമാവുമല്ലോ. ഞാൻ പറഞ്ഞത് കേട്ട് ഒരു തീരുമാനം എടുക്കുകയും വേണ്ട. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം അമ്പിളി, വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. എടി ശ്രീലതേ, ഈ അമ്പിളിയമ്മയോട് കളിച്ച് ജയിക്കാൻ നീ വളർന്നിട്ടില്ലടി. നിന്റെ മോളെ നീ അമേരിക്കക്കാരനെ കൊണ്ട് കെട്ടിക്കുന്നത് എനിക്കൊന്ന് കാണണം. അമ്മ പ്ലീസ്, സഞ്ജുവിന്റെ അങ്കിളും ആന്റിയും എപ്പ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. അവര് വരുമ്പോ അമ്മ ഇങ്ങനെ പിണങ്ങി ആരോടും ഒന്നും മിണ്ടാതിരുന്ന അവരെന്ത് കരുതും? നമ്മള് മനഃപൂർവ്വം അവരെ ഇൻസൾട്ട് ചെയ്യാണെന്നല്ലേ വിചാരിക്കൂ? അതിന്റെ നാണക്കേട് സഞ്ജുവിനല്ലേ? അമ്മ ഞാൻ കാല് പിടിച്ച് പറയാ, ദൈവത്തെ ഓർത്ത് ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും അമ്മയുടെ ഈ മൗനവ്രതം ഉപേക്ഷിക്കുക. കുറച്ച് സമയത്തേക്കെങ്കിലും പ്ലീസ്. അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവര് വന്നുപോയി കഴിഞ്ഞിട്ട് അമ്മ പിന്നെ ഞങ്ങളോട് ആരോടും മിണ്ടണ്ട. ഇതുപോലെ വായിൽ വെള്ളം നിറച്ചിരുന്നു. വരുന്നവരെ എന്തിനാ നമ്മള് നമ്മുടെ പ്രശ്നങ്ങളും പിണക്കങ്ങളും ഒക്കെ അറിയിക്കാൻ പോകുന്നത്? അതിന്റെ മോശം സഞ്ജുവിനും കൂടെ അല്ലേ? അതുകൊണ്ട് അമ്മ ഞാൻ പറയുന്നു, ഒന്ന് കേക്ക് പ്ലീസ്. അല്ല അമ്മയല്ലേ? ഇല്ലച്ചാ, എന്തോ ആവശ്യത്തിന് സിറ്റിയിൽ വന്നതാ. പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറുമെന്ന് സഞ്ജു പറഞ്ഞത്. ഇനിയിപ്പോ ഊണൊക്കെ കഴിഞ്ഞിട്ട് വരവുണ്ടാവുള്ളൂ. കുറച്ച് ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അമ്മയോട് പറയായിരുന്നു അവരുടെ മുമ്പിൽ ഈ പിണക്കൊന്നും കാണിക്കില്ലേന്ന്. അമ്മ ഒന്നും കേട്ട മട്ടുപോലും കാണിക്കുന്നില്ല അച്ഛാ. പ്ലീസ് അച്ഛനോട് ഒന്ന് പറ.
എന്താടോ ഇത്? താൻ അവളെ വെറുതെ ടെൻഷനാക്കല്ലേ. വീട്ടിൽ വരുന്നവരോട് നമ്മുടെ ഭാഗത്തുനിന്നൊന്നും മോശമായിട്ടുണ്ടാവാൻ പാടില്ല. ഓ, ഈ അമ്മ ഇന്ന് ഇത് കോളമാക്കും. വരുന്നവരുടെ മുമ്പിലൊക്കെ നാണം കെട്ടി നിൽക്കേണ്ടി വരും. ഈശ്വര, സഞ്ജുനോട് ഞാൻ ഇനി എന്ത് പറയൂ വെച്ചാ? അയ്യോ, ദേ സഞ്ജുവാ. ഈശ്വര, അവരിന്ന് വരില്ല എന്ന് പറയാനായിരിക്കണേ വിളിക്കണത്. ആ ഹലോ, ആ സഞ്ജു. ഇല്ലില്ല. ആ വരട്ടെ, അതിനെന്താ? പിന്നെ ഇവിടെ എന്താ കുഴപ്പം? എല്ലാം റെഡിയല്ലേ? ഓ, അതിനെന്താ പ്രശ്നം? സഞ്ജു പേടിക്കണ്ട, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. ആ ഓക്കെ, അവര് പോയിട്ട് ഞാൻ വിളിക്കാം. തകർന്നു, എല്ലാം തകർന്നു. അവരുടനെ വരുമെന്ന്. ആ ആന്റി ആളൊരു പ്രത്യേക ടൈപ്പാണെന്നാ സഞ്ജു പറഞ്ഞത്. അവരിവിടെ വരുമ്പോ എല്ലാം മനസ്സിലാവും. നമ്മളിനി എന്ത് ചെയ്യും വച്ചാ? എനിക്ക് ആകെ പേടിയാവുന്നു. മോള് ടെൻഷൻ ആവണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആ പിന്നെ അമ്മ അവരോടൊന്നും മിണ്ടാ കൂട്ടാക്കണില്ലെങ്കിൽ 3 ദിവസത്തേക്കാളും മൗനവ്രതത്തിലാണെന്ന് പറയാം. ദൈവമേ, വലിയ പരിക്കില്ലാതെ ഈ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. നമ്മുടെ വരവും കാത്ത് വാതിൽക്ക് തന്നെ നിപ്പുണ്ട്. അമ്പിളിയമ്മയുടെ വീട്ടിൽ കയറിട്ടാ നമ്മൾ വരുന്നേന്ന് ഇവരോട് പറയണ്ട. ശരി ശരി. ഉം. എന്താ മോളെ, ഞങ്ങളെയൊക്കെ അറിയോ? എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് വരാപ്പുഴയിലെ കല്യാണത്തിന് കണ്ടിരുന്നല്ലോ. ആ ശരിയാണല്ലോ. അന്നേ വിചാരിച്ചതാ ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോ മോളുടെ വീട്ടിലേക്ക് ഒന്ന് വരണോന്ന്. ഇന്ന് ഏതായാലും അത് സാധിച്ചു. ആ, അകത്തേക്ക് വരൂ, വരൂ. ഞങ്ങള് വരുന്ന കാര്യം സഞ്ജു പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞിരുന്നു. വരുന്ന കാര്യം സഞ്ജു വിളിച്ച് പറഞ്ഞപ്പോ മുതല് ഉമ്മർത്ത് നിങ്ങളെ കാത്ത് നിൽക്കാൻ തുടങ്ങിയതാ മോള്. ആദ്യമായിട്ട് വരികയല്ലേ, വഴിയറിയാതെ ബുദ്ധിമുട്ടോന്നുള്ള ടെൻഷനായിരുന്നു ഇവക്ക്. ഓ, എന്ത് ബുദ്ധിമുട്ട്. കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ചന്ദ്രനിൽ വരെ പഴി ചോദിക്കാതെ പോയിട്ട് വരാവുന്ന കാലമല്ലേ. മോളെ, അമ്മ അവിടെ സ്നാക്സ് എടുത്തു വെച്ചിട്ടുണ്ട്, നീ ചെന്ന് എടുത്തിട്ട് വാ. മിഴിച്ച് നിൽക്കാതെ പോയിട്ട് വാ. പെട്ടെന്ന് നിങ്ങളെ കണ്ടതിന്റെ അമ്പരപ്പിലാ അവള്. അല്ല, ഷമയുടെ അച്ഛൻ ഇവിടെ ഇല്ലേ? ഉണ്ട്, ആള് പുറത്തു പോയിട്ട് വന്നതേ ഉള്ളൂ, ഇപ്പൊ വരും. നമസ്കാരം. സിദ്ധുവേന്റെ കാര്യം ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്, ഞാൻ അവിടെ ആയിരുന്നു. അപ്പോഴാ മോള് നിങ്ങൾ വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞത്. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? വലിയ ഗുണമില്ലെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. അല്ല, സഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു, അതാ ചേട്ടൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഗുണമില്ലാത്തതൊന്നുമല്ല, പക്ഷെ നോക്കി നടത്താൻ ആള് വേണ്ടേ. ഇളയ മോളുടെ താല്പര്യം കൊണ്ടാ അതൊന്ന് പുതുക്കിയത്. പക്ഷേ അവൾക്ക് ഇപ്പൊ ഒരു ജോലി കിട്ടി, പിന്നെ പ്രോപ്പറായിട്ട് നോക്കി നടത്താൻ ആരും ഇല്ലതാനും. അതുകൊണ്ട് അതങ്ങ് മതിയാക്കിയാലോന്നൊരു ആലോചനയുണ്ട്. മോൾ എവിടെയോ വർക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞത്? ആ അതെ, ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലാ. എന്നിട്ട് ഇന്ന് പോണ്ടായിരുന്നോ? അത് ഞാൻ കുറച്ചു ദിവസമായിട്ട് ലീവിലാ ആന്റി. അതെന്തു പറ്റി? അത് ഞാൻ അത് പിന്നെ ഇവക്ക് വേറൊരു കമ്പനിന്ന് ഇപ്പോഴത്തെ ജോലിയേക്കാൾ മെച്ചമുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ട്. അത് ഏറ്റെടുക്കണോ വേണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷൻ. കൺഫ്യൂഷന്റെ കാര്യം എന്താ? ഇപ്പോഴത്തെ ജോലിയേക്കാൾ മെച്ചമുള്ളതാണെങ്കിൽ അതിനങ്ങ് പോയാ പോരായോ? ചുമ്മാ ലീവ് എടുത്ത് സമയം പാഴാക്കേണ്ട കാര്യമുണ്ടോ? അതല്ല, ഇപ്പോഴത്തെ കമ്പനി മാനേജ്മെന്റ് ഇവളെ അവിടെ നിന്ന് വിടാൻ തയ്യാറല്ല. ശമ്പളമൊക്കെ കൂട്ടി നൽകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്ത് വേണോന്ന് ആലോചിക്കാൻ ഒരു സാവകാശം വേണമല്ലോ.
അതിനാ കുറച്ചു ദിവസം ലീവ് എടുത്തത്. മിക്കവാറും പഴയ കമ്പനി തന്നെ മതിയെന്ന് വയ്ക്കുവോ അവള്. ഈ കമ്പനിക്കാര് മോളെ ഇങ്ങനെ വിട്ടുകളയാതെ മുറുകെ പിടിക്കണമെങ്കിൽ ആള് വലിയ മിടുക്കിയായിരിക്കുമല്ലോ. വെറുതെ അല്ല ഞങ്ങളുടെ സഞ്ജുമോൻ വീണുപോയത്. അതെ അതെ, പാവം ചെറുക്കൻ. ചേച്ചിയെ പോലെ അനിയത്തിയും ഭയങ്കര സാമർത്ഥ്യക്കാരിയായിരിക്കും അല്ലേ? ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അല്പം തന്റെ ഇടവും സാമർഥ്യം ഉള്ളതല്ലേ നല്ലത്. ആ അത് ശരിയാ. എന്നുവെച്ച് അത് വല്ലാണ്ടങ്ങ് കൂടിപ്പോയാലും കുഴപ്പം. എന്തായാലും ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് കാണാനും കാര്യങ്ങളൊക്കെ വിശദമായി അറിയാനും സാധിച്ചല്ലോ. സന്തോഷായി ഞങ്ങക്ക്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ. ഞങ്ങളെ ഇവളുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ കയറിയിട്ടാ വരുന്നത്. അവിടെ നിന്ന് വയറ് നിറച്ച് കഴിച്ചു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഊണ് ഇവിടെ നിന്നാക്കാമായിരുന്നു. ഓ, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഇനി വരുമ്പോ ആകട്ടെ. ഇറങ്ങാൻ തമ്പിച്ചേട്ടാ. എന്നാ പിന്നെ കാണാം. ശരി, ഇറങ്ങട്ടെ. ആ. ശരി. അമ്പിളി പറഞ്ഞത് ശരിയാ. കുടുംബം അടക്കം ഒരു ഉടായ്പ സെറ്റപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കും തോന്നി. എന്തായാലും ഒക്കെ നോക്കിയും കണ്ടും തീരുമാനിച്ചാൽ മതിയെന്ന് പറ അളിയനോട്. അമ്മേ അമ്മേ അമ്മ എന്തിനാ എനിക്ക് വേറെ കമ്പനിയിൽ നിന്ന് ഓഫർ വന്നെന്ന് അവരോട് പറഞ്ഞത്? അവര് ലീവിന്റെ കാര്യം ചോദിച്ചപ്പോ മിണ്ടാട്ടം മുട്ടി നിന്നില്ലേ? അത് കണ്ട പെട്ടെന്ന് അങ്ങനെ പറയണോന്ന് തോന്നി. എന്താ ഇനി അതും കുറ്റമായോ? നീ എന്റെ കാല് പിടിച്ച് കരഞ്ഞത് കൊണ്ടാ ഞാൻ ഈ വിഡിവേഷം കേട്ടാ റെഡിയായത്. എന്നിട്ടിപ്പോ ഞാൻ അവരോട് സംസാരിച്ചത് കുറ്റോ? മിണ്ടാതിരുന്നാലും കുറ്റം, മിണ്ടിയാലും കുറ്റം. ഓഹ്, എന്റെ ഒരു തലവിധി. ദൈവമേ. ഇനി ഓരോന്ന് പറഞ്ഞ അമ്മയെ പിണക്കാൻ നിൽക്കണ്ട. ഏതായാലും ആളുടെ മൗനവ്രതം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയല്ലോ, അത്ര ആശ്വാസം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, ഇവനൊടുക്കം കറങ്ങി തിരിഞ്ഞ് ദാ ഈ സ്റ്റാൻഡിൽ തന്നെ എത്തുമെന്ന്. അപ്പൊ എന്തായിരുന്നു കൊച്ചിന്റെ പോര്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഷോ, നീ ഒന്ന് ചുമ്മാതിരിക്കെ സലോമി. അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഇവിടെ. എന്തിനാ മുത്തേ? അയാള് നിന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലേ ഇത് കയ്യിൽ വെച്ചോളാൻ. പിന്നെന്താ കുഴപ്പം? നവീൻ സാർ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഇതും ചുമന്ന് നടക്കുന്നത് റിസ്ക് ആണ് സലോമി. ഒന്നാമത് ഇത്രയും വിലപിടിപ്പുള്ള സാധനം എത്ര ദിവസം എന്ന് കരുതിയാ ഞാൻ സൂക്ഷിക്കേണ്ടത്? ഓഫീസിലെ മറ്റാരും കാണാനും പാടില്ല. പവൻ സാറിന്റെ മുന്നില് ഇത് വിരലിലുണ്ടാവുകയും വേണം. അതെങ്ങനെങ്കിലും മാനേജ് ചെയ്യാന്ന് വെക്കാം. വീട്ടിൽ വെച്ച് ഇത് അമ്മയുടെയോ ചേച്ചിയോടോ കണ്ണില് പെട്ടാ അവരോട് ഞാൻ എന്തു പറയും? വെളുക്കാൻ തേച്ചത് പാണ്ടായിന്ന് പറഞ്ഞ പോലെ ആയി എന്റെ കാര്യം. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് നീ റിസ്ക് ഏറ്റെടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അയാളെ ഇത് തിരിച്ചേൽപ്പിച്ച് നീ തടിയൂരാൻ നോക്ക്. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ടല്ലോ സലോമി. ആ പവൻ സാറിനോട് ഞാൻ എന്തു പറയും? അത് ഈസി അല്ലേ മോളെ. നിനക്കിത് തന്ന ബോയ് ഫ്രണ്ടുമായി നീ അടിച്ചു പിരിഞ്ഞു. അപ്പൊ തന്നെ ഈ സാധനം നീ അവന്റെ മുഖത്തേക്ക് കൊണ്ടുപോടാ പുല്ലേന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു അങ്ങ് കാച്ചേക്കണം. എപ്പിടി? എന്നാ പിന്നെ നാളെ തന്നെ അങ്ങനെ അങ്ങ് കാച്ചിയാലോ? ഓ, ഇങ്ങനൊരു ബുദ്ധുസ്. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തന്നാ അത് എങ്ങനെ കൊളാക്കാന്നാ നീ നോക്കുന്നത്? എടി പോത്തെ, നീ നാളെ തന്നെ നിന്റെ ഇല്ലാത്ത കാമുകനുമായി അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞാ അയാളെ പോലെ തലയിൽ ആൾതാമസമുള്ള ഒരുത്തൻ അത് വിശ്വസിക്കൊന്നുമില്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഉടായ്പുണ്ടെന്ന് അയാൾക്ക് തോന്നും. അയാൾ അത് കണ്ടുപിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് 1-2 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടേ ഞാൻ പറഞ്ഞ ഐഡിയ എടുത്ത് വീശാവൂ. അതുവരെ ഞാനിത് എന്ത് ചെയ്യും? ഓ, കൊണ്ടുപോയി പുഴുങ്ങി തിന്നടി. നിനക്ക് ഈ ബുദ്ധി പറഞ്ഞു തന്ന എന്നെ വേണം തല്ലേ. എടി കൊച്ചേ, നമ്മുടെ ഈ പ്രാരാബ്ദവും കഷ്ടപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോ ഇത്രയും വിലപിടിപ്പുള്ള സാധനം കാശ് കൊടുത്ത് വാങ്ങാൻ പോയിട്ട് സ്വപ്നം കാണാൻ പോലും നമുക്ക് പറ്റില്ല.
അപ്പോ കുറച്ചു ദിവസത്തേക്കെങ്കിലും ഇതൊക്കെ അണിഞ്ഞു നടക്കാൻ കർത്താവ് തമ്പുരാനായിട്ട് ഒരു അവസരം തന്നു അങ്ങ് കരുതിയാ മതി. എല്ലാ ദിവസവും നിനക്കിത് ഓഫീസിലേക്ക് കെട്ടിയെടുക്കണ്ടേ? അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഇതിട്ടൊന്ന് ഷൈൻ ചെയ്തേനെ. ഹലോ, ആ റെഡിയാണോ? ശരി, ഞാനിപ്പോ വരാം. അപ്പോ ഞാൻ തെറിക്കാം മോളെ. എന്റെ സ്റ്റുഡന്റ് വെയിറ്റിംഗാ. ആ പിന്നെ ഈ മുതല് സൂക്ഷിച്ചോണേ പെണ്ണേ. അതെ, നിന്റെ ചേച്ചിയുടെ കണ്ണിലെങ്ങാനും പെട്ടാ എപ്പ അടിച്ചു മാറ്റിയും ചോദിച്ചാ മതി. എന്നാ മക്കള് വിട്ടോ. ഡേ, ഒരു മിനിറ്റ്. നീ ഈ പറഞ്ഞ നവീൻ സാറാണോ അതോ പവൻ സാറാണോ കൂടുതൽ ചുള്ളൻ? എന്നുവെച്ചാ എന്ന് വെച്ചാ നിനക്ക് ഏത് സാറിനാ കൂടുതൽ പിടിച്ചേന്ന്? പൊയ്ക്കോ അവിടുന്ന്. എനിക്ക് വയ്യ. എന്തോന്നു തള്ളക്ക് പ്രാന്തായ? ഓ, ഇനിയിപ്പോ എന്തോന്ന് പ്രാന്താവേ? ഓൾറെഡി പ്രാന്ത് ഉണ്ടല്ലോ, ഇനി കുറച്ച് കൂടിയിട്ടുണ്ടോന്ന് അറിഞ്ഞാ മതി. അമ്മേ അമ്മേ അമ്മേ, അമ്മക്കിത് എന്ത് പറ്റി? വല്ല സ്വപ്നം കണ്ടാ? അതേടാ മക്കളെ, അമ്മ ഒരു ഉഗ്ര സ്വപ്നം കാണുമായിരുന്നു. നിന്റെ ആ സുന്ദരിക്കോതയുണ്ടല്ലോ. ആര്? ദേ കുട്ടിയോ? അയ്യടാ, അവളുടെ കാര്യം പറഞ്ഞപ്പോ അവന്റെ ഒരു പരവേശം കണ്ടില്ലേ? എടാ, അവളും അവളുടെ വീട്ടുകാരും നാട്ടുകാരുടെ മുമ്പിൽ നാറി നാണം കെട്ട് തലയിൽ മുണ്ടുവിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഈ നാട്ടീന്ന് തന്നെ ഓടിപ്പോകുന്ന ഒരു 1.5 സ്വപ്നം. ഹോ, അതെത്രയും പെട്ടെന്ന് നടക്കാൻ പോവാണല്ലോ എന്ന് ഓർത്തപ്പോ സന്തോഷം കൊണ്ട് ഞാനങ്ങ് മതി മറന്നു പോയടാ മോനെ. ഓഹോ, അമ്മക്ക് ഇനിയും മതിയായില്ല അല്ലേ? ഇത്രക്ക് അങ്ങോട്ട് ദ്രോഹിക്കാൻ അവരെ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ മോനെ കയ്യും കലാശവും കാണിച്ച് മയക്കെടുത്തു എന്നുള്ളത് ആദ്യത്തെ തെറ്റ്. എന്നിട്ടും ആ കല്യാണത്തിന് തയ്യാറായിച്ചെന്ന് എന്നെ അപമാനിച്ചയച്ചത് അതിലും വലിയ തെറ്റ്. അന്ന് അവളുടെ അമ്മ പറഞ്ഞത് നീ കേട്ടതല്ലേ? ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കുമെന്ന്. ആരുടെ മുഖത്ത് ആരാ അടിക്കാൻ പോന്നേന്ന് അവക്ക് മനസ്സിലാവാൻ ഇനി അധിക സമയമൊന്നും വേണ്ട. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ അമ്മയല്ലേ അവരോട് അങ്ങോട്ട് വഴക്കിന് പോയത്? എന്നിട്ട് അവരെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാ? അമ്മ ഒരു വാക്ക് സമ്മതം പറഞ്ഞാ മതി, ദയയുടെ വീട്ടുകാരുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞു തീർക്കാം. അയ്യോ, അതിനുവേണ്ടി എന്റെ മോൻ ഒരുപാട് കഷ്ടപ്പെടണമെന്നില്ല. പിന്നെ അവരുമായിട്ടുള്ള പ്രശ്നം തീർക്കണമെന്ന് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. സമ്മതിക്കോ? സത്യാണോ അമ്മേ? നിന്നാണ് സത്യം. ഓ, പക്ഷേ അതിന് എന്റെ പൊന്നുമോൻ കൂടി മനസ്സ് വെക്കണം. അമ്മ ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാൻ എന്തിനും റെഡിയാ. എങ്ങനെയെങ്കിലും എനിക്ക് വഴക്കൊന്ന് കോംപ്രമൈസ് ആക്കി കണ്ടാ മതി. എന്നാലേ ആദ്യം ആ സുന്ദരിക്കോതയുടെ പിന്നാലെയുള്ള നിന്റെ ഈളുവായി ഒളിപ്പിച്ചുള്ള നടപ്പൊന്ന് നിർത്തും. എന്നിട്ട് അമ്മ പറയുന്ന ഏതെങ്കിലും തറവാടി പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ ജീവിക്കും. അങ്ങനെയാണെങ്കിൽ അവളും അവളുടെ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നം ഞാനങ്ങ് മറന്നു കളഞ്ഞേക്കാം. എന്താ പറ്റുമോ നിനക്ക്? അതേടാ, അമ്പിളിയമ്മ തന്നെയാ പറയുന്നേ. അതിന് നീ തയ്യാറാകാത്ത പക്ഷം അവളുടെ കുടുംബം ഞാൻ കുട്ടിച്ചോറാക്കും. അതിനുള്ള പണിയൊക്കെ ഞാൻ തുടങ്ങി കഴിഞ്ഞു. അവളുടെ ചേച്ചി ഒരുത്തിയില്ലേ, അമേരിക്കക്കാരനെ കെട്ടാൻ പോകുന്ന പത്രാസുകാരി, ആ കല്യാണവും നടക്കാൻ പോകുന്നില്ല. അത് മുടക്കാനുള്ള വെടിമരുന്ന് ഞാനിന്ന് പാഴ്സൽ ചെയ്തിട്ടുണ്ട്. അതിപ്പം പൊട്ടിത്തുടങ്ങി കാണും. മക്കളുടെ രണ്ടിന്റെയും ജീവിതം പെരുവഴിയിലാവുമ്പോ ആ ശ്രീലതയും സിദ്ധാർത്ഥനും ഇവിടെ എന്റെ മുറ്റത്ത് മുട്ടിലെഴഞ്ഞു വരും.
വന്ന് എന്റെ കാല് പിടിക്കും. അന്ന് അവരുടെ മുഖത്ത് ഈ അമ്പിളിയമ്മ ചൂലെടുത്ത് അടിക്കും. നീ കണ്ടോ? അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ വല്ല എലിപ്പാഷാണോ കലക്കി തരും. ഓ, ഈ തള്ള ഒരുത്തി കാരണം എനിക്ക് എന്റെ ദയക്കുട്ടിയെ നഷ്ടപ്പെടുമല്ലോ എന്റെ ദൈവമേ. ഇല്ല ഇല്ല, എന്ത് വില കൊടുത്തു